ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഫാമിലെ ഫിൽറ്റർ കഴുകുന്ന കാഴ്ചയാണ് കേട്ടോ. ഇത്രയും അഴുക്കാകുന്നവരെ കഴുകാൻ സമയം കിട്ടാത്തതുകൊണ്ട് മാത്രം കഴുകാതിരുന്നതാണ്. പിന്നെ മാത്രമല്ല, മാറ്റിയിടാനായിട്ട് കുഞ്ഞുങ്ങളെ മാറ്റിയിടാൻ സ്ഥലം ഉണ്ടാവണം. ഇതെല്ലാം ഒത്തു വന്ന് നമ്മൾ കഴുകാൻ എടുത്തപ്പോൾ ഇത്രയും സമയമായിരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റൊക്കെ ഇട്ട് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നെങ്കിലും ഈ ഫിൽറ്റർ കേടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫിൽറ്റർ ഈ ഒരുപാട് അഴുക്ക് കയറുമ്പോൾ അപ്പം എടുത്ത് ഓരോന്ന് കഴുകി വയ്ക്കുന്നതല്ലാണ്ട് കുറേ എണ്ണത്തിൽ ഒരുമിച്ച് കഴുകാൻ എടുക്കുന്ന ആദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം കുറേ എണ്ണം, ഏകദേശം 10 എണ്ണത്തിന് മുകളിലുണ്ടായിരുന്നു ഫിൽറ്ററുകൾ കഴുകാൻ. അതിൻ്റെ അകത്തിരുന്ന ചളി വെള്ളമാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ചെടികൾക്ക് ഏറ്റവും ഒരു കിടിലം ആയിട്ടുള്ള ഡാപ്പിനെ പോലെ തന്നെ പൂക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളമാണ്. പക്ഷെ നമുക്കിപ്പോൾ എല്ലാം അത് ഈ കഴുകി കളഞ്ഞ വെള്ളം എല്ലാം എടുത്ത് ചെടിയുടെ മൂട്ടിക്കൊണ്ട് ഒഴിക്കാനുള്ളൊരു സാവകാശവും ആരോഗ്യവും ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ ഇങ്ങനെ കഴുകുന്നത്. മാത്രമല്ല, ഇത് ഒച്ചൊക്കെ ഉണ്ട്. നമ്മൾ ഈ ടാങ്കിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ഒച്ചുകളെയൊന്നും പിടിച്ച് മാറ്റാൻ നിൽക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഒച്ചുണ്ടെങ്കിലേ അത് ഈ വേസ്റ്റായിട്ട് വരുന്ന ഫുഡിനെ മുഴുവൻ തീർത്തോളൂ. അപ്പോൾ ഒരുപാട് ഫുഡ് വേസ്റ്റ് കാണത്തില്ല, അമോണിയ ഒരുപാട് കയറത്തുമില്ല. അപ്പം ശരിക്കും നമ്മളിപ്പോൾ ടാങ്ക് നോക്കുമ്പോൾ ടാങ്കിൻ്റെ അകത്ത് എപ്പോഴും മീനുകൾ കൂടുതൽ ഡെഡാകുന്നത് നമ്മൾ ഈ അമോണിയയുടെ കണ്ടൻറ്റ് കൂടുമ്പോഴാണ്. അപ്പോൾ അതിന് നമ്മൾ ഏതർ ഒച്ചിനെയോ അല്ലെങ്കിൽ നന്നായിട്ട് ഫീഡ് എടുക്കുന്ന പ്ലാറ്റി പോലുള്ള മീനുകളെയോ എല്ലാം ഗപ്പിയുടെ ടാങ്കിലും കൂടെ ഇടും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒച്ചിനെ നമ്മൾ ഇടണ്ട, ഒച്ച് തന്നെ വന്നോളും. എന്നിട്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗപ്പിയുടെയൊക്കെ വളർച്ചയ്ക്ക് സഹായമാവുന്നതും അതുപോലെ തന്നെ ഈ ഫീഡ് ബാക്കി വരുന്നതിനെയൊക്കെ അമോണിയ ആവാതെ കഴിച്ചു തീർക്കുന്നതൊക്കെ. എന്നിട്ട് ഈ ഫിൽറ്ററുകൾ കഴുകി കഴിയുന്നതിനൊപ്പം തന്നെ അകത്ത് വെള്ളം മാറ്റലും തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നല്ല പൊരി വെയിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല സൂപ്പർ വെയിലും അതിൻ്റെ കൂട്ടത്തിൽ നല്ല സൂപ്പർ ചൂടും അതിൻ്റെ കൂടെ ഈ ഫിൽറ്റർ കഴുകലും കൂടെ ആയപ്പോൾ അടിപൊളിയാണ്. ഞാൻ ഈ കഴുകുന്നതിനൊപ്പം എന്നെ കൂട്ടിന് വന്ന ചേച്ചി ഇവിടെ നിന്ന് വെയിൽ കൊണ്ട് പൊരിയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ചെന്നിട്ട് അമ്പഴങ്ങ പറിക്കാനുള്ളത്, അമ്പഴങ്ങ അച്ചാറാക്കാനുള്ളത്. അകത്തുനിന്ന് ഫിൽറ്റർ മാറ്റുന്നതെല്ലാം തകൃതിയായിട്ട് ഇവിടെ കൊണ്ട് തരുന്നുണ്ട്. അതെല്ലാം വാഷ് ചെയ്ത് സൈഡിൽ ഈ അമ്മിക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നോക്കുമ്പോഴാണ് ഒരുപാട് ഫിൽറ്റർ നല്ലോണം പാട കെട്ടി മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേ വിചാരിച്ചതാണ് ഈ മാറ്റണം എന്നും കഴുകണം എന്ന്. പക്ഷെ സമയം അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ മീനുകളുടെ ആരോഗ്യം ഓർത്ത് സമയമില്ലാത്ത സമയം ഉണ്ടാക്കി ചെയ്യുന്ന പരിപാടിയാണിത്. പിന്നെ ഇതെല്ലാം ഇച്ചിരി ശരിക്കും പറഞ്ഞാൽ ആരോഗ്യം വേണ്ട ജോലികളാണെങ്കിൽ പോലും ഈ നമുക്ക് മീനിനെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് കൂടെ ഇഷ്ടമുള്ള ജീവികളെ വളർത്താനാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പെട്ടതാണെങ്കിൽ ഇത്ര മടുപ്പില്ലാതെ ഇതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര നല്ല വെയിലും ഇതൊക്കെ ആണെങ്കിലും ശരിക്കും മെനക്കെട്ട് നിന്ന് ചെയ്യേണ്ടിയ ജോലിയായിരുന്നെങ്കിലും വലിയ മടുപ്പില്ലാതെ നമുക്കിത് ചെയ്തു തീർക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഇങ്ങനത്തെ പണികൾ ഇടയ്ക്കിടയ്ക്കെന്നല്ല സ്വാഭാവികമായിട്ട് കിട്ടാറുള്ളതാണ്. ഇന്ന് വെള്ളം മാറ്റലാണെങ്കിൽ നാളെ ഫിൽറ്റർ കഴുകൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് മീനിനെ പിടിച്ച് വേറെ മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്ററിൻ്റെ ബോട്ടിൽ കഴുകൽ, അല്ലെങ്കിൽ ഫൈറ്ററിൻ്റെ ബോട്ടിൽ ചെയ്യണത്, അതിൻ്റെ ടാങ്കിലെ ഫുള്ള് മീനിനെയും പിടിച്ച് മാറ്റി അതിൻ്റെ വെള്ളം മുഴുവൻ മാറ്റൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇത്. കാരണം നമ്മൾ മീനുകളെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വളർത്തുക എന്നുള്ളതല്ല. അതിനെ സ്ഥിരമായിട്ട് നോക്കി അതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ചേഞ്ചസും നോക്കി അതിനപ്പം ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അതിനെ മാക്സിമം രക്ഷപ്പെടുത്തി അങ്ങനെയാണ് നോക്കി വരുന്നത്. അപ്പം നമ്മുടെ ഒരു ഭൂരിഭാഗം ടൈമും അതിൽ തന്നെ പോകും. ഇതാണ് ഫൈനലി ക്ലീൻ ചെയ്തിട്ടുള്ള കാഴ്ച. സൂപ്പറായില്ലേ ഇന്നത്തെ